നമസ്കാരം. യുദ്ധം 3 മാസം പിന്നിടുമ്പോൾ പശ്ചിമേഷ്യ സമാധാനത്തിലേക്കും. ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി തുടങ്ങിയ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാർ ഈ ആഴ്ച തന്നെ ഉണ്ടാകുമെന്ന് ട്രംപ്. തുടർച്ചയായ 3-ാം ദിവസവും പ്രഖ്യാപിച്ച ആക്രമണം ഒഴിവാക്കിക്കൊണ്ടാണ് കരാർ ആസന്നമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചത്. ഇറാൻ ഔദ്യോഗികമായി ഇക്കാര്യം സ്ഥിരീകരിച്ചില്ലെങ്കിലും സമാധാന ചർച്ചകൾക്കുള്ള 14 നിർദ്ദേശങ്ങൾ ഇറാനിയൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടു. ലെബനൻ ഉൾപ്പെടെ മേഖലയിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ, ഇറാന്റെ പരമാധികാരം സംരക്ഷിക്കൽ, മേഖലയിൽ നിന്ന് അമേരിക്കൻ സേനയുടെ പിന്മാറ്റം എന്നിവയ്ക്കാണ് ഊന്നൽ. 30 ദിവസം നിർണായകമാകുന്ന സമാധാന പ്രക്രിയയിൽ ഇതിനകം ഹോർമുസ് തുറക്കലും നാവിക ഉപരോധം പിൻവലിക്കലും ഉൾപ്പെടുന്നു. ആണവ വിഷയത്തിൽ അന്തിമ കരാറിന് 60 ദിവസത്തെ സമയമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കില്ല, എന്നാൽ ആണവ പദ്ധതികൾ ഉപേക്ഷിക്കില്ലെന്ന് നിർദ്ദേശങ്ങളിൽ പറയുന്നു. വീണ്ടും യുദ്ധമെന്ന് തോന്നിച്ചിടത്തു നിന്ന് സമാധാനത്തിലേക്കാണോ പശ്ചിമേഷ്യ നീങ്ങുന്നത്? ഈ കരാർ ട്രംപും ഇസ്രയേലും അംഗീകരിക്കുമോ? കരാർ ഈ ആഴ്ച തന്നെ എന്ന ട്രംപിന്റെ വാക്കുകൾ വിശ്വസിക്കാമോ? പരിശോധിക്കാം. സ്വാഗതം. ചർച്ചയിൽ എനിക്കൊപ്പം ശ്രീ ടി.പി. ശ്രീനിവാസൻ, നയതന്ത്ര വിദഗ്ധൻ, എം ഷിനാസ്, അധ്യാപകനും വിദേശകാര്യ വിദഗ്ധനും, ശ്രീ പി ജെ വിൻസെന്റ്, അധ്യാപകൻ, വിദേശകാര്യ വിദഗ്ധൻ, ഒപ്പം ഷാബു പ്രസാദ്, വലതു നിരീക്ഷകൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ ടി.പി. ശ്രീനിവാസൻ, ഒരു നേർക്കുനേർ യുദ്ധത്തിലേക്ക് നീങ്ങുന്നു എന്നിടത്തു നിന്നാണ് 3-ാമത്തെ ദിവസവും പ്രഖ്യാപിച്ച ആക്രമണ പദ്ധതികൾ പിൻവലിച്ചുകൊണ്ട് കരാർ ആസന്നമെന്ന് ട്രംപ് വീണ്ടും പറയുന്നത്. ഈ 3.5 മാസം പിന്നിട്ട യുദ്ധത്തിനിടയിൽ പലതവണ ട്രംപ് സമാധാന കരാർ ആസന്നമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നീടും യുദ്ധം കടുക്കുന്ന, ആക്രമണം കടുക്കുന്ന ദിവസങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രഖ്യാപനത്തെ എത്രമാത്രം വിശ്വസിക്കാം? ഇതിനു മുമ്പുള്ള പ്രഖ്യാപനങ്ങളെ വിശ്വസിക്കുകയും വിശ്വസിക്കാതിരിക്കുകയും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷേ ഒരു തരത്തിലും ഒരു തീരുമാനത്തിലെത്താതെ എന്തെങ്കിലും ഒരു ആശ്വാസം ഇതിലുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയുകയില്ല. കാരണം എന്താണ് യുദ്ധത്തിൻ്റെ ഉദ്ദേശം എന്ന് തുടങ്ങുമ്പോൾ നമുക്കറിയാം. ഇപ്പം ന്യൂക്ലിയർ ഇഷ്യൂ ആണെന്നാണ് എപ്പോഴും അത് പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത്. പക്ഷേ ഇറാൻ ആണവായുധങ്ങൾ ഉണ്ടാക്കുകയില്ല എന്നുള്ളത് അവർ ഓൾറെഡി പ്ലെഡ്ജ് ചെയ്തിട്ടുള്ള കാര്യമാണ്. NPT സൈൻ ചെയ്ത ഒരു രാജ്യത്തിന് ആണവായുധങ്ങൾ നിർമ്മിക്കാനോ അല്ലെങ്കിൽ അതിനുള്ള എക്സ്പെരിമെന്റ് നടത്താനോ ഉള്ള സ്വാതന്ത്ര്യമില്ല. അപ്പോൾ ബേസിക്കലായിട്ട് NPT ഒപ്പിട്ട രാജ്യം എന്നുള്ള നിലയിൽ ഇറാൻ ആ ഒരു ഓബ്ലിഗേഷനുണ്ട്. അതേസമയത്ത് അറ്റോമിക് എനർജി ഡെവലപ്പ് ചെയ്യാൻ ഫോർ പീസ്ഫുൾ പർപ്പസസ് അവർക്ക് അധികാരവുമുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അതിൽ മറ്റൊരു വ്യത്യാസവും വരുത്തേണ്ട യഥാർത്ഥത്തിൽ ആവശ്യമില്ല. പക്ഷേ പല കാര്യങ്ങളും പ്രസിഡന്റ് ട്രംപ് ബോംബ് ചെയ്തു, നതാൻസ് വരെ ബോംബ് ചെയ്തു, പിന്നെ ഡീപ്പ് ഏരിയാസിലുള്ളതൊക്കെ ചെയ്തു. അതൊക്കെ ചെയ്തപ്പോൾ ഓരോ തവണ അദ്ദേഹം പറയാറുണ്ട് ഒബ്ലിറ്ററേറ്റഡ് ദി ഇറാനിയൻ ന്യൂക്ലിയർ കേപ്പബിലിറ്റി. അപ്പോൾ ഇതൊന്നും നമുക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇറാൻ ന്യൂക്ലിയർ വെപ്പൺസ് ഡെവലപ്പ് ചെയ്യുകയില്ല എന്നുള്ള ഒരു പ്ലഡ്ജാണ് വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി ഇറ്റ് ഈസ് ദെയർ. പക്ഷേ ആ പീസ്ഫുൾ ഡെവലപ്മെൻറ്റിനുള്ള ന്യൂക്ലിയർ എനർജി എത്രമാത്രം യുറേനിയം പുഷ്ടീകരിക്കാം, അതിൽ എന്തെങ്കിലും മിസ്ലീഡ് ചെയ്യാൻ പറ്റുമോ ലോകത്തിന്, അപ്പോൾ അവസാനം ഒരു സീക്രറ്റായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിന് ആദ്യം നമുക്ക് 2015 ഒരു അഗ്രിമെൻ്റ് ഉണ്ടായി. ആ സമയത്ത് തന്നെ 15 years അവരിതൊന്നും ചെയ്യില്ല എന്നൊരു ഡിക്ലറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അവരുടെ ബേസിക് ആയിട്ടുള്ള NPTയോടുള്ള കമ്മിറ്റ്മെൻറ്റ് കൂടുതൽ ശക്തിപ്പെടുത്തുക, അങ്ങനെ അവർ അതിൽ നിന്ന് പിൻവാങ്ങാൻ ശ്രമിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അതോടൊപ്പം തന്നെ ഫോഴ്സ് ഉപയോഗിച്ച് ബോംബിങ് നടത്തിയിട്ടുണ്ട്, കുറേ നാശനഷ്ടങ്ങൾ വരുത്തിയെന്ന് പറയുന്നു. അപ്പോൾ ഇനി എന്താണ് ഈ ന്യൂക്ലിയർ വെപ്പണിൻ്റെ കാര്യത്തിൽ എന്ത് തരത്തിലുള്ള അഗ്രിമെൻ്റാണ് അവരുദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വലിയ പ്രയാസമാണ്. ഇന്ന് ഞാൻ കേട്ടു നെതന്യാഹു പറയുന്നത്, ഞാൻ പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്നുള്ള കാലം ഇറാന് ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാവുകയില്ല. ശരി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എന്ത് ചെയ്താലാണ് അദ്ദേഹത്തിന് ഈ സമാധാനം ലഭിക്കുക? ഏത് സമയത്തായിരിക്കും അവർ യുദ്ധം ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളതൊന്നും നമുക്ക് യാതൊരു അറിവുമില്ല. അപ്പോൾ അതുകൊണ്ട് അറിവില്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ NPTയുടെ നമ്മളുടെ ഇന്ത്യയുടെ പൊസിഷൻ, ഞാൻ അറ്റോമിക് എനർജി ഏജൻസിയിൽ
ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന കാലത്ത് അവിടെ ഉണ്ടായിരുന്നതാണ്. നമ്മുടെ പൊസിഷൻ, ഇറാൻ മസ്റ്റ് കീപ്പ് അപ്പ് ഓൾ ദി ഓബ്ലിഗേഷൻസ് ഓഫ് ദ NPT. അതാണൊരു വൺ ലൈൻ ആവശ്യം ലോകം മുഴുവൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ നിന്നെല്ലാം വിട്ടുപോയി, യുദ്ധത്തിലായി, ബോംബ് ചെയ്തു, മറ്റ് പ്രശ്നങ്ങൾ റീജിയനിലുണ്ടായി. അതങ്ങ് കഴിയുമ്പോൾ വീണ്ടും എങ്ങനെ തിരിച്ച് ഒരു എഗ്രിമെൻറ്റിലേക്ക് വരാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതിന് വലിയ സാധ്യത നമുക്ക് കാണുന്നില്ല. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഈ മാനസാന്തരം വന്നത് പ്രസിഡന്റ് ട്രംപിന്? ഇതിലൊന്നും യാതൊരു ഉത്തരവും നമുക്ക് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈ 14 ഐഡിയാസുള്ള ഒരു പ്രപ്പോസൽ വെച്ചിരിക്കുന്നു പറഞ്ഞ് ഞാനത് കണ്ടിട്ടില്ല. എന്തൊക്കെയാണ് ഈ 14 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇത് ഏത് തരത്തിലുള്ള സമാധാനത്തിലേക്കുള്ള നീക്കങ്ങളും നമ്മൾ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യേണ്ടതാണ്. അപ്പോഴാണ് പിന്നെ ഈ ഹോർമൂസിൻ്റെ പ്രശ്നം വന്നത്. ഹോർമൂസിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഹോർമൂസ് തുറന്നിരിക്കുകയായിരുന്നല്ലോ യുദ്ധം തുടങ്ങിയപ്പോൾ. അപ്പോൾ അത് അടപ്പിച്ചത് എങ്ങനെയാണ്? യുദ്ധം നടന്നിട്ടാണ് ഹോർമൂസ് അടപ്പിച്ചത്. ഇനി യുദ്ധം ചെയ്ത് തുറപ്പിക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രഖ്യാപനം. അപ്പോൾ അത് വേറൊരു ഇഷ്യൂവിനോടും റിലേറ്റഡ് അല്ല. കാരണം അവിടെ കൂടെ ന്യൂക്ലിയർ വെപ്പൺസ് കൊണ്ടുപോയിന്നോ അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ഒന്നുമില്ല. അതൊരു സൈഡിലായിട്ട് വന്നതാണ്. ഒരു പ്രഷർ ചെലുത്താനുള്ള ഒരു മാർഗമായി വന്നപ്പോൾ അമേരിക്ക അത് അവിടെ അമേരിക്കൻ നാവികശക്തികൾ ഉപയോഗിച്ചു. അങ്ങനെ തുറക്കാൻ ശ്രമിക്കുന്നു. അതിപ്പോൾ തുറക്കാൻ സമ്മതിച്ചു എന്ന് പറയുന്നു. തുറക്കണം എന്നുള്ള കാര്യത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയിൽ വന്ന സെക്യൂരിറ്റി കൗൺസിൽ റെസൊല്യൂഷൻ റഷ്യയും ചൈനയും വീറ്റോ ചെയ്യുകയാണ് ചെയ്തത്. അതൊരിക്കലും മനസ്സിലാക്കാൻ കാര്യമാണ്. ആർക്കാണ് എതിർപ്പ്? ഇത് ഹോർമൂസ് തുറന്നു വയ്ക്കണം എന്നുള്ള ലോകത്തിനെല്ലാം ഇഷ്ടമാണ്. പക്ഷേ ആ റെസൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക ബോംബ് ചെയ്തെങ്കിലോ എന്നുള്ള ഭയം കൊണ്ടാണ് ആ റെസൊല്യൂഷനെ അവർ രണ്ടുപേരും വീറ്റോ ചെയ്തത്. അല്ലെങ്കിൽ ഹോർമൂസ് തുറക്കുക എന്നുള്ളതൊരു ഇഷ്യൂ ആയിരുന്നില്ല. ഇപ്പം അത് ഒരു ഇഷ്യൂ ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കടന്നുകൊണ്ട് ഒരു സമാധാനത്തിലേക്ക് നടക്കാനുള്ള സാധ്യതകൾ എത്രയാണെന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. കാരണം ഈ പാർട്ടികളെല്ലാം തന്നെ പറയുന്നത് ഒന്നും വിശ്വസിക്കാൻ കഴിയാത്തൊരു സ്ഥിതിയാണ് നമുക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് ലോകം അതിശയപ്പെട്ടിരിക്കുന്നത് എന്തായിരിക്കുമെന്ന് വരുന്ന ഒരു പുതിയ സൂചനകളൊന്നും ഇതിൽ നിന്ന് കാണുന്നില്ലതാണ്. ഇതെല്ലാം പഴയ ഇഷ്യൂസൊക്കെ തന്നെയാണ്. അത് വീണ്ടും വീണ്ടും വരുന്നു. അതേസമയത്ത് പ്രസിഡന്റ് പറയുന്നത് വൈസ് പ്രസിഡന്റ് വാൻസ് ഈ ആഴ്ചയ്ക്ക് അവസാനം ഇത് ഒപ്പിടും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു അറിവോടുകൂടി അല്ലെങ്കിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാതെ ചർച്ച ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്കിന്ന്. അതുകൊണ്ടൊരു കൺക്ലൂഷനിൽ വരാൻ വലിയ പ്രയാസമാണ്. തീർച്ചയായും അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുക ബുദ്ധിമുട്ടാണ് ഈ ഘട്ടത്തിൽ എന്നതാണ് നമ്മളുടെ അനുഭവം, സമീപകാല അനുഭവങ്ങളും അതാണ്. ശ്രീ ഷിനാസ്, ഇവിടെ ഇപ്പോൾ ഇറാൻ പല ഘട്ടങ്ങളിലായി, അല്ലെങ്കിൽ ഇറാനും അമേരിക്കയും തമ്മിൽ തന്നെ പല ഘട്ടങ്ങളിലായി സമാധാനത്തിന്റെ അരികിലേക്ക് പോകുന്നു എന്ന സൂചനകൾ നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് പിൻവാങ്ങി വലിയ ഏറ്റുമുട്ടലുകളിലേക്ക് പോകുന്നു. ഇറാൻ പലപ്പോഴും ഇതിൽ സൂചിപ്പിച്ചിട്ടുള്ളത് ഒരു നോൺ ക്രെഡിബിൾ ആയിട്ടുള്ള നെഗോഷിയേറ്റിംഗ് പാർട്ട്ണറാണ് അമേരിക്ക എന്നതാണ്. അവർ ഗോൾ പോസ്റ്റുകൾ മാറ്റുന്നു, അതുകൊണ്ട് തന്നെ ചർച്ചകൾക്കുള്ള സാധ്യതകൾ അടയുന്നു എന്നതാണ് അവർ അത് എന്തുകൊണ്ട് സമാധാന ചർച്ചകൾ പൂർത്തിയാകുന്നില്ല എന്നതിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. സമാനമായ നിലയിൽ ഇപ്പോൾ ഈ സമാധാന ചർച്ചകൾ നടക്കുമ്പോഴും അൽ ജസീറയിൽ ഇറാന്റേതായി വരുന്ന അവരുടെ ഫോറിൻ മിനിസ്ട്രിയുടേതായി വരുന്ന സമീപനം എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രധാന പാർട്ട് ശരിയായിട്ടുണ്ട് സമാധാന കരാറിൻ്റെ, പക്ഷേ അമേരിക്കൻസ് വെയർ ബീയിങ് ഗ്രീഡി ആൻഡ് റേസിംഗ് ന്യൂ റിക്വസ്റ്റ് എന്നാണ്. അപ്പോൾ പുതിയ ആവശ്യങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വരുന്നു എന്നൊരു കാര്യം ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. എങ്ങനെയാണോ നേരത്തെ സമാധാന കരാറുകൾ അട്ടിമറിക്കപ്പെട്ടത്, സമാനമായ നിലയിൽ ഇതും സംഭവിക്കാനുള്ള സാധ്യതകളാണോ അത് സൂചിപ്പിക്കുന്നത്? ശരിയാണ്. കുറച്ചു നേരത്തെ വായിച്ചു, മേജർ പോയിന്റ്സിൽ പൊതുവായിട്ടുള്ള എഗ്രിമെന്റ് ഉണ്ടായിട്ടുണ്ട്. അതേസമയം തന്നെ അമേരിക്ക ഗ്രീഡിയാണ്, പുതിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇത് 100 ദിവസം ഓഡിയോയിൽ എന്തോ ഒരു വ്യക്തത കുറവുണ്ട്. 100 ദിവസം പിന്നിട്ട യുദ്ധമാണ്. ഇപ്പോൾ കേൾക്കാമോ? കേൾക്കാം. 100 ദിവസം യുദ്ധമാണ്. ഞാൻ വായിച്ചു, അതിൽ മേജർ പോയിന്റ്സ് 14 ഇന സമാധാന പദ്ധതിയാണല്ലോ. ഈ 14 ഇനത്തിൽ മേജർ പോയിന്റ്സ് പൊതുവെയുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ചില കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ട്. അതേസമയം തന്നെ അമേരിക്ക കൂടുതൽ
ഉയർത്തി കാണിക്കുന്നു, കൂടുതൽ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു എന്ന് ഇറാനിയൻ വാർത്താ മാധ്യമം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. ഇല്ല, എന്തോ ഒരു പക്ഷേ പ്രശ്നം ഓഡിയോയുമായി ബന്ധപ്പെട്ടുണ്ട്. ഞാനത് പരിഹരിച്ചതിന് ശേഷം താങ്കളിലേക്ക് എത്താം. ശ്രീ ഷാബു പ്രസാദ്, ഇവിടെ ഇപ്പോൾ സമാധാന ചർച്ചകൾ പലപ്പോഴും ടേബിളിലേക്ക് എത്തുകയും നടക്കാതെ പോവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ട്. എന്തായാലും ആ പ്രോസസ്സ് അവിടെ നടക്കുന്നു എന്നത് തന്നെ നമ്മളെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. പക്ഷെ നോക്കൂ, ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസമാണ് 3 നാവികരുടെ മരണം സംഭവിക്കുന്നത്. അതിനുശേഷം അമേരിക്കയുടെ സീനിയർ നയതന്ത്ര പ്രതിനിധിയെ 48 മണിക്കൂറിനുള്ളിൽ 2 തവണ വിളിച്ചു വരുത്തി ഇന്ത്യ ശക്തമായിട്ടുള്ള പ്രതിഷേധം അതുമായി ബന്ധപ്പെട്ട് അറിയിച്ചു. പക്ഷേ പ്രതിപക്ഷം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത്, രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത്, ഈ വിഷയത്തിൽ ഇന്ത്യയുടെ പ്രതികരണം വളരെ ചെറുതായി പോയി എന്നതാണ്. മോദിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇന്ന് നിലപാട് പറഞ്ഞിരിക്കുന്നത്. പേടിയാണ്, ഭയന്നുകൊണ്ടാണ് മോദി ഇതിൽ പ്രതികരിക്കാത്തത് എന്ന് പറയുന്നു. ആ വിഷയത്തിൽ ഇന്ത്യക്ക് ഇത്രയും പ്രതികരണം മതിയോ 3 നാവികർ കൊല്ലപ്പെട്ട വിഷയത്തിൽ? നോക്കൂ രേണുക, ശ്രീനിവാസ സാറിനെ പോലെയുള്ള ഒരു വലിയ സീനിയർ ഡിപ്ലോമാറ്റ് ഇവിടെ ഇരിക്കുമ്പം എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ അഭിപ്രായം പറയാൻ എനിക്ക് എൻ്റെതായ ആശങ്കകളുണ്ട്. എങ്കിലും പറയാം. അതായത് ഇതുപോലെയുള്ള ഒരു വലിയ ഇൻ്റർനാഷണൽ കോൺഫ്ലിക്റ്റിൽ ഇന്ത്യ എത്രയൊക്കെ പ്രകോപനമുണ്ടായാലും ഒരു പ്രതികരണം നടത്തുന്നതിന് മുമ്പ് ഇന്ത്യയെപ്പോലൊരു രാജ്യം 100 വട്ടം പല പ്രാവശ്യം ചിന്തിച്ച് മാത്രമേ, 100 വട്ടം ആലോചിച്ച് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അവിടെ വൈകാരികമായിട്ടും ഇവർ ഈ പറയുന്ന പോലെ പ്രതിപക്ഷത്തിന് അവർക്ക് എന്തും പറയാമല്ലോ. അവർക്ക് പ്രത്യേകിച്ച് ലൈസൻസ് ഇല്ല, ആരോടും ഉത്തരവാദിത്വമില്ല, ആരോടും കമ്മിറ്റ്മെൻ്റ് ഇല്ല, ആരോടും സമാധാനം പറയേണ്ട കാര്യമില്ല. എന്നാൽ ഒരു ഭരണ നേതൃത്വത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരുപാട് കാര്യങ്ങൾ മുന്നും പിന്നും ഒക്കെ നോക്കിയേ പറ്റുള്ളൂ. രാജ്യത്തിൻ്റെ ഭാവിയെ പറ്റി ചിന്തിക്കണം, 140 കോടി ജനങ്ങളുടെ ഇന്ധന സുരക്ഷ, ഊർജ്ജ സുരക്ഷ, ഇതിനെപ്പറ്റി ചിന്തിക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചും കണക്ക് കൂട്ടിയും മാത്രമേ ഒരു ഉത്തരവാദിത്വമുള്ള ഒരു രാഷ്ട്ര നേതൃത്വത്തിന് ഒരു അന്താരാഷ്ട്ര കോൺഫ്ലിക്റ്റിനോട് പ്രതികരിക്കാൻ കഴിയുകയുള്ളൂ. അല്ല അങ്ങനെയുള്ള ഇഷ്യൂവിൻ്റെ അകത്ത് ഇടപെടാനും കഴിയുകയുള്ളൂ. ഇന്ത്യ എന്തായാലും ഇതുവരെ വളരെ കഴിഞ്ഞ 3 മാസമായിട്ട് 100 ദിവസമായിട്ട് കൃത്യമായിട്ട് ആ ഒരു ഡിപ്ലോമാറ്റിക് ഡിസ്റ്റൻസിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ലോകം മുഴുവനും വലിയ ഊർജ്ജ പ്രതിസന്ധി ഉണ്ടായപ്പോൾ പോലും ഇന്ത്യയിൽ അത് ഉണ്ടാകാതിരുന്നത്. ആവറേജ് ലോകം മുഴുവനും പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ പ്രൈസ് 33-34% കൂടിയപ്പോൾ ഇന്ത്യയിൽ അത് 10%-ഓളമാക്കി പിടിച്ചു നിർത്താൻ കഴിഞ്ഞത്. ഇവിടെ നമുക്ക് പെട്രോളിനോ ഡീസലിനോ റേഷനിങ് ഏർപ്പെടുത്താതെ ഇഷ്ടം പോലെ ലഭ്യമാക്കാൻ കഴിഞ്ഞത് ഇന്ത്യയുടെ പ്രയോറിറ്റി അതൊക്കെയുണ്ട്. എന്നാൽ തീർച്ചയായിട്ടും 3 നാവികർ കൊല്ലപ്പെട്ടതാണ്, ഇന്ത്യക്കാരെ അഫക്റ്റ് ചെയ്തതാണ്. അതിനോട് പ്രതികരിക്കേണ്ട രീതിയിൽ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് തന്നെ ചെയ്യേണ്ടത് ചെയ്യുകയും വേണം. അത് പ്രതിപക്ഷത്തിനെ തൃപ്തിപ്പെടുത്തിക്കൊള്ളണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നടന്നൊന്നും വരില്ല. കാര്യം അത് രാഷ്ട്രീയമാണത്. കാരണം ഇവിടെ ഗവൺമെൻറ്റിന് ഇവിടെ രാഷ്ട്രീയം കളിക്കാൻ പറ്റില്ല. അത്രയേ ഉള്ളൂ കാര്യം. പിന്നെ ശ്രീനിവാസ സാർ ഇവിടെ പറഞ്ഞു, ഈ യുദ്ധത്തിൻ്റെ ശരിക്കുള്ള പ്രധാന കോസ് എന്താണ്, പ്രധാന കാരണം എന്താണ്? അതായത് ഇറാൻ്റെ ന്യൂക്ലിയർ വെപ്പൺ പ്രോഗ്രാം തന്നെയാണത്. ശരിയാണ്, സാർ ഇവിടെ പറഞ്ഞു, അവർ NPTയിൽ സൈൻ ചെയ്തിരിക്കുന്നവരാണ്, അതുകൊണ്ട് അവരതിനോട് കമ്മിറ്റഡ് ആണ്. പക്ഷേ ആ കമ്മിറ്റ്മെൻറ്റിൽ നിന്ന് അവർ മാറി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് ഇസ്രയേലും അമേരിക്കയും ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിൽ ന്യൂക്ലിയർ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ എന്തിനാണ് അവർ യുറേനിയം 60%, 70% ഒക്കെ എൻറിച്ച് ചെയ്യുന്നത്? ഒരു ന്യൂക്ലിയർ റിയാക്ടറിലേക്ക് ആവശ്യമാണെങ്കിൽ പരമാവധി 5% എൻറിച്ച്മെൻറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. എന്നാൽ 70% എൻറിച്ച്മെൻറ്റിലേക്ക് അവർ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നിമിഷവും അത് 90%-അപ്പുറത്തേക്ക് പോകും. 90%-അപ്പുറത്തേക്ക് എൻറിച്ച്മെൻറ്റ് കഴിഞ്ഞാൽ അത് ഒരു ന്യൂക്ലിയർ ബോംബായി മാറും. ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു കാര്യമാണത്. അവർ NPTയിൽ അംഗമായിരിക്കെ ന്യൂക്ലിയർ ആ കരാറിന് വിരുദ്ധമായി അവർ ആയുധ നിർമ്മാണത്തിൻ്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ പ്രശ്നം തന്നെയാണത്.
അതുമല്ല, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇസ്രായേൽ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു രാജ്യമാണ്, വളരെ വളരെ ചെറിയൊരു രാജ്യമാണ്. ഈ ഇറാൻ്റെ 80 വലിപ്പമേ അതിനുള്ളൂ. കേരളത്തിൻ്റെ പകുതി വലിപ്പമേ ഉള്ളൂ. മനസ്സറിഞ്ഞ് 2 പോയിന്റിൽ കൊണ്ട് 2 ആറ്റം ബോംബ് ഇട്ടാൽ ആ രാജ്യം ചാരമായി പോകും. പൂർണ്ണമായും ആ രാജ്യത്തിനെ നശിപ്പിക്കാൻ കഴിയും. കാര്യം ചെറിയ രാജ്യങ്ങളുടെ ഏറ്റവും വലിയൊരു അവരുടെ വൾനറബിലിറ്റി വളരെ കൂടുതലാണ്. അവരെ പൂർണ്ണമായും നശിപ്പിക്കാൻ കഴിയും. ശക്തനായ ഒരു ആണവ ശക്തി ഉണ്ടെങ്കിൽ, ആണ് ശത്രുപക്ഷത്തെങ്കിൽ. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ കയ്യിൽ ആറ്റം ബോംബ്, ന്യൂക്ലിയർ വെപ്പൺസ് വരിക എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. കാര്യം പ്രത്യേകിച്ച് ഇറാൻ അനൗൺസ് ചെയ്തതാണ്, അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. അവിടെ ഡൂംസ്ഡേ ക്ലോക്ക് വരെ സ്ഥാപിച്ചിരിക്കുകയാണ്. അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ്? ഈ ഇവരെ ഇസ്രായേലിനെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുക എന്നുള്ളതാണ്. 60കളിലൊക്കെ ഈജിപ്തും ജോർദാനും ഒക്കെ ചെയ്തിരുന്നത് പോലെ. അങ്ങനെയുള്ള തങ്ങളെ പൂർണ്ണമായും നശിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധനായ ശത്രുവിൻ്റെ കയ്യിൽ സർവസംഹാരിയായ ഈ ആണവായുധം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ശരി, അതാ അവിടെയാണ് ഇത് തുടങ്ങിയത്, പ്രധാനമായിട്ടും തുടങ്ങിയത്. പ്രത്യേകിച്ച് അവർ ഒരു ആണവായുധ നിർമ്മാണത്തിൻ്റെ ആ എൻറിച്ച്മെൻറ്റിൻ്റെ പ്രോസസ്സ് ആണവായുധത്തിൻ്റെ വക്ക് വരെ എത്തി എന്നുള്ള വിവരം കൂടിയായപ്പോൾ പിന്നെ തടഞ്ഞിരിക്കാൻ പറ്റില്ല അവർക്ക്. സത്യത്തിൽ ഈ യുദ്ധം ഞാൻ മനസ്സിലാക്കിയിടത്തോളമുണ്ട്. തെറ്റാണെങ്കിൽ ശ്രീനിവാസൻ സാർ തിരുത്തട്ടെ. ഞാൻ അദ്ദേഹത്തിന് ഈ കാര്യങ്ങളിൽ കുറച്ചുകൂടെ കൂടുതൽ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലുള്ള കാഴ്ചപ്പാടുകളും വിലയിരുത്തലുകളും ഉണ്ടാകും. ഈ യുദ്ധം ഇസ്രായേലിന് വേണ്ടി നടത്തിയ യുദ്ധമാണത്. സത്യമാണ്, അമേരിക്കയെ ഈ യുദ്ധത്തിലേക്ക് വലിച്ചഴച്ചത് ഇസ്രായേൽ തന്നെയാണ്, ഒരു സംശയമില്ല. അത് ശരി. അവിടെ നിന്ന് മടങ്ങിപ്പോകാനുള്ള നീക്കം ട്രംപ് പലകുറി കാണിക്കുന്നുണ്ട്. ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷെ അവിടെ നിന്ന് വീണ്ടും ഒരു ആക്രമണത്തിലേക്ക് പോയത് അമേരിക്കയാണ്. അത് 3 ഇന്ത്യൻ നാവികരുടെ ജീവനെടുക്കുന്ന സാഹചര്യവും ഉണ്ടാക്കി. അപ്പോൾ ആരാണ് ഇതിൽ പ്രകോപനം സൃഷ്ടിക്കുന്നത്, എന്താണ് ലക്ഷ്യമിടുന്നത് എന്നതൊക്കെ ഇപ്പോഴും സംശയമാണ്. ഓരോ ദിവസത്തെ കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ടി.പി. ശ്രീനിവാസൻ, ഇവിടെ ഇപ്പോൾ ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സാഹചര്യം സൂചിപ്പിച്ചുവല്ലോ. അതിൽ പ്രതിപക്ഷ നേതാവ്, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുന്നത് കോംപ്രമൈസ്ഡ് PM ആണ് നമ്മളുടെ പ്രധാനമന്ത്രി എന്നതാണ്. വളരെ ദുർബലമാണ് ഇന്ത്യയുടെ പ്രതികരണം എന്ന് പറയുന്നു. ഭാരതമാതാവിൻ്റെ മക്കളെ സംരക്ഷിക്കാൻ കഴിയില്ല, ഒരു വാക്കുപോലും ഉരുവിടാൻ പ്രധാനമന്ത്രിക്ക് പറ്റുന്നില്ല എന്നതാണ്. ഈ 3 രാഷ്ട്രങ്ങളുമായും നയതന്ത്ര ബന്ധം ഇന്ത്യ പുലർത്തുന്നുണ്ട്. അത് ഈ സിറ്റുവേഷനിൽ ഇന്ത്യയെ സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വളരെ ബുദ്ധിമുട്ടുകൾ പല ഘട്ടങ്ങളിലും സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ 3 നാവികരുടെ ജീവൻ നഷ്ടപ്പെടുന്ന വിഷയത്തിൽ ഈ പ്രതികരണം മതിയോ എന്നൊരു സംശയം പല കോണിൽ നിന്നും ഉയരുന്നുണ്ട്. അതിന് എങ്ങനെ വേണമെങ്കിലും പ്രതികരിക്കാമല്ലോ. തീർച്ചയായും അത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. പക്ഷേ സംഭവിച്ചു പോയ സ്ഥിതിക്ക് ഇനി എന്താണ് ചെയ്യാൻ കഴിയുക? ഇനി സംഭവിക്കാതിരിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവർ അതിനെ റിയാക്ട് ചെയ്യാതിരിക്കണം. അങ്ങനെ ഒരു സമാധാനത്തിലേക്ക് നീങ്ങണം എന്നുള്ളതാണ് എല്ലാ രാജ്യങ്ങളും ആഗ്രഹിക്കുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി എന്താണ് ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഒരു യുദ്ധത്തിന് പുറപ്പെടാൻ പറ്റുമോ? അതൊന്നുമില്ല. ഇതൊരു യുദ്ധസ്ഥിതി ആണ്. ആ സമയത്ത് ഇതുപോലത്തെ സംഭവങ്ങളുണ്ടാകും. അതിൻ്റെ പലതരത്തിലുള്ള ആസ്പെക്ട്സ് നമ്മൾ ചർച്ച ചെയ്യും. എന്ത് കോമ്പൻസേഷനാണ് കിട്ടുക, ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ എന്തെല്ലാം ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ളതാണ്. ഒരു വലിയ ശക്തമായൊരു അഭിപ്രായ പ്രകടനം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ സെൻറ്റിമെൻ്റ് അതാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ ഒരിക്കലും അത് അംഗീകരിക്കുകയില്ല, അതിനെ എതിർക്കുക തന്നെ ചെയ്യും. അത് ഇനി ഉണ്ടായിക്കൂടാ എന്നുള്ളതിന് എന്ത് ചെയ്യാം എന്നുള്ളത്, പിന്നെ അതിൻ്റെ പ്രാക്ടിക്കൽ സ്റ്റെപ്സ് എന്താണെന്ന് അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ്റിന് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. പക്ഷേ ഓപ്പോസിഷനിലും തീർച്ചയായിട്ടും അൾട്ടിമേറ്റ് റിവെഞ്ച്, അല്ലെങ്കിൽ ഇതെന്ത് ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്ന് അവർ അർജ് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ഇതിന് ലീസ്റ്റ് ഡാമേജ് വരാതെ ഈ കാര്യങ്ങൾ പരിഹരിക്കുക, കോമ്പൻസേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഇനി ഇത് സംഭവിക്കാതിരിക്കാൻ ചെയ്യുക എന്നുള്ളത് കൂടുതലൊന്നും ചെയ്യാൻ കഴിയുകയില്ല. തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണുള്ളത്. പക്ഷേ അത് ജഡ്ജ്മെൻറ്റ് എടുക്കേണ്ടത് ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ തന്നെയാണ്. അദ്ദേഹത്തിനാണല്ലോ ഉത്തരവാദിത്വം. അപ്പോൾ അതുകൊണ്ട് ഓപ്പോസിഷൻ തീർച്ചയായും ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ വരും.
പക്ഷേ അത് ചിന്തിച്ച് അനുസരിച്ച് നമുക്ക് അമേരിക്കയോടും ഇസ്രായേലിനോടും നമുക്ക് നല്ല ബന്ധങ്ങളാണുള്ളത്. നമുക്ക് അവരോട് സംസാരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ അതിലേക്കല്ലേ നമ്മൾ നീങ്ങേണ്ടത്. അതായിരിക്കും ഇപ്പോൾ നടക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ പി ജെ വിൻസെന്റ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ പി ജെ വിൻസെന്റ്, ഇവിടെ യുദ്ധം സമാധാനത്തിലേക്ക് നീങ്ങുന്നു എന്ന് സൂചിപ്പിക്കുന്ന ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അത് എത്രമാത്രം പോസിബിൾ ആണ് എന്ന സംശയവും ഒരു ഭാഗത്ത് ഉയരുകയാണ്. 3 ഘട്ടങ്ങളായുള്ള സമാധാന ശ്രമത്തിനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. 14-ഇന കരാർ, ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ വിവരങ്ങൾ ഇല്ല എങ്കിൽ പോലും ഇറാൻ മാധ്യമങ്ങളൊക്കെ ഈ 14-ഇന കരാർ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അതിൽ ഏറ്റവും ആദ്യം ഇറാന്റെ പരമാധികാരം സംരക്ഷിക്കുക, ഈ നാവികരെ പിൻവലിക്കുക, ആക്രമണങ്ങൾ അവസാനിപ്പിക്കുക എന്നതാണ് ഉൾപ്പെടുന്നത്. 30 ദിവസം നീണ്ട ടൈമിലാണ് മറ്റ് പ്രധാനപ്പെട്ട മറ്റ് നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുള്ളത്. താങ്കൾക്ക് ഈ കരട് രേഖ വായിക്കുമ്പോൾ എന്ത് തോന്നുന്നു? അമേരിക്കയ്ക്കും ഇസ്രയേലിനും അംഗീകരിക്കാൻ കഴിയുന്ന നിർദ്ദേശങ്ങളാണോ ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്? തീർച്ചയായിട്ടും അത് അംഗീകരിക്കാൻ പറ്റുന്നതാണ്. ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യം എന്ന നിലയിൽ അതിന്റെ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റിയും സോവറിനിറ്റിയും, അതിന്റെ ഭൂമിശാസ്ത്രപരമായ അതിർത്തികൾ സംരക്ഷിക്കണം, അതിന്റെ പരമാധികാരം സംരക്ഷിക്കണം. അത് ആ രാജ്യത്തിന്റെ വൈറ്റൽ നാഷണൽ ഇൻട്രസ്റ്റ് ആണ്. അത് ബലികഴിച്ചുകൊണ്ട് ഒരു രാജ്യത്തിന് നിലനിൽക്കാൻ സാധിക്കില്ല. സ്വാഭാവികമായിട്ടും ഇറാൻ ഇക്കാര്യമാണ് ഊന്നി പറയുന്നത്. ആ രാജ്യം ഏതു നിമിഷവും ആക്രമിക്കപ്പെടാം. സമാധാന പ്രക്രിയയിലേക്ക് അവർ വന്നു എന്നുള്ളത് വാസ്തവമാണ്. 2015 ഒപ്പുവെച്ച P5+1 കരാർ, അത് 2018 ഏകപക്ഷീയമായി ഒബാമ അതിൽ നിന്ന് പിന്മാറിയതാണ്. അതിന് ഒബാമയല്ല, ട്രംപാണ്. ശ്രീ പി ജെ വിൻസെന്റ്, കേൾക്കാമോ? കേൾക്കാം. തുടർന്നോളൂ. 2023 ഒക്ടോബർ 7 ശേഷം സ്ഥിതി ആകെ മാറി. യഥാർത്ഥത്തിൽ ഇറാന്റെ സർവാത്മനായുള്ള പിന്തുണ കൊണ്ട് മാത്രമാണ് അത്തരം ഒരു ആക്രമണം ഉണ്ടായത് എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികാരത്തിന്റെ ഘടകം അതിലുണ്ട്. അതേ തുടർന്ന് 2024 ഉണ്ടായിട്ടുള്ള 12 ദിന യുദ്ധവും ഏകപക്ഷീയമായി ഇറാന്റെ പരമാധികാരത്തെ ഉല്ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണമായിരുന്നു. അതിൽ ഏറ്റവും മാരകമായ ആയുധപ്രയോഗവും അമേരിക്ക നടത്തി. B2 ബോംബറുകൾ, അതുപോലെ ബങ്കർ ബസ്റ്റർ ബോംബറുകൾ ഒക്കെ ഉപയോഗിക്കുകയുണ്ടായി. ഇന്ന് ലോകത്ത് ലഭ്യമായ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയിലാണ് ഈ B2 ബോംബറുകൾ സൃഷ്ടിച്ചിട്ടുള്ളത്. അമേരിക്കയ്ക്ക് മാത്രമേ അത്തരം യുദ്ധവിമാനങ്ങൾ ഉള്ളൂ. അപ്പോൾ അതീവ സങ്കീർണമായ യുദ്ധ മേഖലയിലേക്ക് ഉപയോഗിക്കേണ്ടുന്ന ഒന്നാണത്. അതൊരു തുറുപ്പ് ചീട്ട് പോലെ ഉപയോഗിക്കേണ്ട ഒന്നാണ്, ബ്രഹ്മാസ്ത്രമാണ്. അതൊക്കെ ഈ 12 ദിന യുദ്ധത്തിൽ ഇറാന് നേരെ പ്രയോഗിക്കുകയുണ്ടായി. അതിനുശേഷമാണ് കഴിഞ്ഞ ഫെബ്രുവരി 28 സംഘർഷം ആരംഭിക്കുന്നത്. അതിന്റെ തുടർച്ചയിലാണല്ലോ ഇപ്പോൾ ഈ സമാധാന പ്രക്രിയയിലേക്ക് പോയിട്ടുള്ളത്. ഇവിടെ 2 കാര്യങ്ങൾ പ്രസക്തമാണ്. ഒന്നാമത്തത് ട്രംപിന്റെ അപ്രതീക്ഷിതമായ തീരുമാനങ്ങളാണ്. ഒരു സമാധാന പ്രക്രിയയിലേക്ക് പോവുകയും അതിനനുകൂലമായ നിലപാടെടുക്കുകയും ചെയ്യുന്നതിനിടയിൽ അദ്ദേഹം നിലപാട് മാറ്റുകയും ഭീഷണി മുഴക്കുകയും അക്രമത്തിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ ഭീഷണി ഉയർത്തി ഉടൻ ആക്രമിക്കുമെന്ന് പറയുന്ന ആ സന്ദർഭത്തിൽ ട്രംപ് ഓൾവേസ് ചിക്കൻസ് ഔട്ട് എന്ന് പറയുന്ന പോലെ അദ്ദേഹം പിൻവാങ്ങുകയും ചെയ്യും. രണ്ടാമത്തത് ഇസ്രായേലിന്റെ സമീപനമാണ്. ഗസ ഇസ്രായേൽ വെടിനിർത്തൽ ഉണ്ടായി എങ്കിലും വെടിനിർത്തൽ നിരന്തരമായി ലംഘിക്കുന്നുണ്ട്. ഹിസ്ബുള്ളക്കെതിരായിട്ടുള്ള ഇസ്രായേലിന്റെ സൈനിക നടപടി അവസാനിപ്പിക്കാനുള്ള വെടിനിർത്തൽ കരാർ ഏപ്രിൽ 7 വന്നുവെങ്കിലും അത് പിന്നീട് യാഥാർത്ഥ്യമായിട്ടില്ല. അപ്പോൾ തുടർച്ചയായി അക്രമം നടത്തുക, അതിന്റെ കൂടെ സമാന്തരമായി സമാധാന പ്രക്രിയയും കൊണ്ടുപോവുക എന്ന നയമാണ് പൊതുവിൽ അമേരിക്കയും ഇസ്രായേലും സ്വീകരിക്കുന്നത്. അതല്ലാതെ ഒരു സംഘർഷം അവസാനിപ്പിച്ച് സ്ഥിരതയാർന്ന സമാധാനം, സുസ്ഥിര സമാധാനം സ്ഥാപിക്കുക എന്നതിലേക്ക് ഈ സമാധാന പ്രക്രിയ വളർന്നിട്ടില്ല എന്നത് വലിയ പ്രതിസന്ധിയാണ്. എങ്കിലും ഗൾഫ് മേഖലയുടെ സവിശേഷമായ പ്രാധാന്യം മുൻനിർത്തിക്കൊണ്ട് അവിടെ ഉണ്ടാകുന്ന അടിയന്തരമായ സമാധാനം അവിടെ സ്ഥാപിച്ചെടുക്കേണ്ടുന്നത് ലോക സമൂഹത്തിന്റെ പൊതുവായ ആവശ്യമായി മാറിയിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ അവിടെ ഉണ്ടാകുന്ന ഈ സമാധാന പ്രക്രിയയെ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. പരമാവധി നേരത്തെ
അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള നാവിക ഉപരോധം അവസാനിക്കുകയും ഹോർമൂസ് കടലിടുക്ക് ഇറാൻ തുറന്നു കൊടുക്കുകയും വേണം. ഇതിലൂടെ മാത്രമേ ഇന്ന് ലോകം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി, ലോകം അഭിമുഖീകരിക്കുന്ന എനർജി സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവുള്ളൂ. അതോടൊപ്പം ഇറാൻ ഇന്ന് തകർന്നടിഞ്ഞ ഒരു രാജ്യമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവിടെ 20 മില്യൺ ആളുകൾക്കാണ്, 20 ലക്ഷം മനുഷ്യർക്കാണ് ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം അവിടെ തൊഴിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. ഏറ്റവും പുതിയ വിനിമയ നിരക്ക് എടുത്തു നോക്കുമ്പോൾ ഒരു ഇറാനി റിയാല് ഒരു ഡോളറുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരു ഡോളർ കിട്ടണമെങ്കിൽ 13,75,175 റിയാല് കൊടുക്കണമെന്നുള്ളതാണ് അവസ്ഥ. അപ്പോ അവരുടെ അതുപോലെ ഈ സൈനികമായ പ്രതിരോധം, അക്രമമൊക്കെ അവർക്ക് നടത്താൻ കഴിയുന്നുണ്ടോ എങ്കിലും അവരുടെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റ് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ ഇറാന് അടിയന്തര സമാധാനം അനിവാര്യമാണ്. അവിടെ റീകൺസ്ട്രക്ഷനും ആവശ്യമാണ്, പുനർനിർമ്മാണം ആവശ്യമാണ്. അത് ആ മേഖലയുടെ മുഴുവൻ സമാധാനത്തിനും അനിവാര്യമാണ്. അതുകൊണ്ട് ഈ സമാധാന പ്രക്രിയ മുന്നോട്ട് പോവുകയല്ലാതെ ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ ഈ 3 രാജ്യങ്ങൾ നേരിട്ടിടപെടുന്ന ഈ സംഘർഷം അവസാനിപ്പിക്കുക എന്നത് ഈ 3 പാർട്ടികളുടെ മാത്രം താല്പര്യമല്ല, ലോകത്തിന്റെ പൊതുവായ താല്പര്യമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഈ സമാധാനം നിലവിലുള്ള 14 നിർദ്ദേശങ്ങളിൽ ഒരുപക്ഷെ അത് ന്യായമാണെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അത് എത്രമാത്രം അംഗീകരിക്കാൻ അമേരിക്ക തയ്യാറാകും എന്നത് പ്രശ്നമാണ്. ഏതായാലും അത് ഡയലോഗിലൂടെ പരിഹരിക്കേണ്ടുന്ന പ്രശ്നമാണ്. ഏതൊക്കെ കാര്യങ്ങളിൽ ധാരണയിൽ എത്താൻ സാധിക്കും, ഏതൊക്കെ കാര്യങ്ങളിൽ വിരുദ്ധാഭിപ്രായം നിലനിൽക്കുന്നു എന്നുള്ളത്. അപ്പോൾ അത് ആ ഡിപ്ലോമാറ്റിക് പ്രോസസ്സിലൂടെ അതിലൊരു കൺസെൻസസിൽ എത്തിച്ചേരാൻ കഴിയും എന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതിലേക്കാണ് പോകുന്നത്. ഇനിയും തുടർച്ചയായ ഒരു സംഘർഷമോ കഴിഞ്ഞ ഫെബ്രുവരി 28 ശേഷം ഏകദേശം ഏപ്രിൽ 8 വെടിനിർത്തൽ വന്നത് വരെ ആ കാലത്തുണ്ടായിട്ടുള്ള ഒരു അക്രമത്തിന്റെ രൂപത്തിൽ ഒരു ഫ്ലെയർ അപ്പ് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അത് താങ്ങാനുള്ള ശേഷി ഈ സംഘർഷത്തിൽ ഇടപെട്ടിരിക്കുന്ന രാജ്യങ്ങൾക്കോ അയൽ രാജ്യങ്ങൾക്കോ ഗൾഫിലെ വികസിത ഓയിൽ റിച്ച് മൊണാർക്കീസിനോ ഒന്നുമില്ല എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സമാധാന പ്രക്രിയ ഫലം കാണും എന്ന് ന്യായമായി പ്രതീക്ഷിക്കാൻ മാത്രമേ. ശരി, അതെ. അങ്ങനെ പ്രതീക്ഷിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ട്രംപിന്റെ ട്രൂത്ത് സോഷ്യലിൽ പുതിയ പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ദ ടേംസ് ദാറ്റ് ഇറാൻ ലീക്ഡ് ഔട്ട് ടു ദ ഫേക്ക് ന്യൂസ് ഹാവ് നത്തിങ് ടു ഡു വിത്ത് ദ ടേംസ് ദാറ്റ് വി അഗ്രീഡ് ടു ഡു ഇൻ റൈറ്റിംഗ്. What they said, including their weak and pathetic statement on having the deal, bears no relation to the truth. Very dishonorable people to deal with. With them, there is no such things as dealing in good faith എന്നാണ് ട്രംപ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ ലീക്ക് ചെയ്തു കൊടുത്ത വാർത്തകൾക്കൊന്നും യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ട്രംപ് തന്നെ പറയുകയാണ്. ശ്രീ AM ഷിനാസ്, ഇതിലെ വ്യവസ്ഥകൾ പൂർണ്ണമായും ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ച് അവരുടെ സ്വതന്ത്ര പരമാധികാരം സംരക്ഷിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. ഇത് അംഗീകരിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു തോൽവി സമ്മതിക്കുന്നതിന് തുല്യം എന്ന് പറയേണ്ടി വരും. എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകളിലേക്ക് പോകുമോ എന്നതായിരുന്നു അതിലുള്ള ഒരു സാധ്യത. ട്രംപിന്റെ ഈ പ്രഖ്യാപനം വരുമ്പോൾ ആ സാധ്യതകൾ കൂടി അടയുകയാണോ? ട്രംപ് മുന്നോട്ട് വെച്ച ഈ ഇറാനും അമേരിക്കയും കൂടി വായിച്ചംഗീകരിച്ച അമേരിക്ക ചർച്ചയ്ക്ക് വെച്ച പദ്ധതി 14 പോയിന്റ് പീസ് ഡീൽ. അത് ഈ അമേരിക്കയും ഇറാനും, ഇസ്രായേലിന്റെ കാര്യം ഞാൻ പറയുന്നില്ല, ഇറാനും ഈ യുദ്ധം അവസാനിക്കാൻ ആഗ്രഹിക്കുന്നു. ഇറാന്റെ കാര്യം നേരത്തെ ഏതോ സാങ്കേതിക പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ശ്രീ AM ഷിനാസ്, താങ്കളെ ഞാൻ ഫോണിൽ ബന്ധപ്പെടാം. ഇനി ശരി, ഞാൻ താങ്കളെ ഫോണിൽ ബന്ധപ്പെടാം. ശ്രീ ഷാബു പ്രസാദ്, നോക്കൂ, ഇപ്പോൾ ട്രംപ് തന്നെ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ അത് നിരാകരിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും പ്രതികരണം വരികയാണ്. 30 ദിവസത്തിനുള്ളിൽ ചെയ്തു തീർക്കേണ്ടുന്ന കാര്യങ്ങളായി പറഞ്ഞിരിക്കുന്നതിൽ ഈ ഇറാന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടുന്ന ഫണ്ട്, ഒപ്പം ഇറാന്റെ തടഞ്ഞു വെച്ചിരിക്കുന്ന ഫണ്ട് തിരിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച്
ഇറാന് ഏതാണ്ട് 30,000 കോടി പുനർനിർമ്മാണത്തിന് നൽകുക എന്ന ഒരു എഗ്രിമെന്റിലേക്ക് എത്തുക സാധ്യമാണോ എന്ന സംശയമുണ്ടായിരുന്നു. 2,400 കോടി ഡോളർ ഫണ്ട് ഇറാന് വിട്ടു നൽകാനുള്ള ഒരു തീരുമാനം എന്നതുൾപ്പെടെയാണ് ഈ 3 ദിവസത്തിനുള്ളിൽ ചെയ്തു തീർക്കേണ്ടതായി പറഞ്ഞിരുന്നത്. അപ്പോൾ ട്രംപ് തന്നെ ഇപ്പോൾ യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവും ഇല്ലാത്തതാണ് ഈ പുറത്തുവരുന്ന വാർത്തകൾ എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു ഏറ്റുമുട്ടലിന്റെ വക്കിലേക്ക് കാര്യങ്ങൾ പോകുമോ? ഇല്ല രേണുക, ഇപ്പൊ ഈ അവസ്ഥയിൽ നമുക്ക് ആര് പറയുന്നതും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇപ്പം ട്രംപിനെ പോലെ ഇപ്പൊ വീണ്ടും പറയുന്നു, ശ്രീനിവാസ സാർ എത്രയോ കാലത്തെ അന്താരാഷ്ട്ര അനുഭവം ഉള്ള ഒരാളാണ്. ഇതുപോലെ വാക്കിന് സ്ഥിരതയില്ലാത്ത എത്ര രാഷ്ട്ര നേതാക്കളെ സാറ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം കണ്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ നീണ്ട കരിയറിൽ ഇതുപോലെ വാക്കിന് വ്യവസ്ഥയില്ലാത്ത, പറഞ്ഞു കഴിഞ്ഞാൽ നേരം വെളുത്താൾക്ക് അന്നേരം തോന്നുന്നതങ്ങ് പറയുകയാണ്. അതായിരിക്കില്ല പിന്നെ ഉച്ചയ്ക്ക് പറയുക, പിന്നെ വൈകുന്നേരം വേറൊന്ന് പറയുക. ഇങ്ങനെ വാക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന പറയുന്ന ഒരു വാക്കിന് ഇപ്പം ട്രംപ് എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ വലിയൊരു തമാശയായി മാറിയിരിക്കുകയാണ്. ഏറ്റവും ഇന്ന് എന്താണ് ഇന്റർനാഷണൽ സർക്കിളിൽ ഹി ബിക്കേം എ ലാഫിംഗ് സ്റ്റോക്ക്. ഇതാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നും പറയാൻ നിവർത്തിയില്ല. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഹി ഈസ് ദ പ്രസിഡന്റ് ഓഫ് ദ ലാർജസ്റ്റ് നേഷൻ ഇൻ ദ വേൾഡ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മളത് വേറെ നിവർത്തിയൊന്നുമില്ലല്ലോ, നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ. ഇനി അടുത്ത ഒരു 2.5 വർഷം കൂടെ ഈ സാധനത്തിനെ അമേരിക്കൻ ജനതയിൽ ലോകവും സഹിച്ചേ പറ്റുള്ളൂ. അപ്പം ഇതേപോലെ തന്നെയാണ്, മറുവശത്ത് തന്നെയാണ് ഈ ഇറാന്റെ കാര്യം തന്നെയാണ്. എങ്ങനെ ഇവരെ വിശ്വസിക്കും? അതായത് ഒന്നുകിൽ പറയുന്ന വാക്കിനോട്, ഒരു കോസിനോട്, അന്താരാഷ്ട്ര സമൂഹത്തോട്, മാനവരാശിയോട്, ഇവരോടൊക്കെ എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് ഉള്ളവരായിരിക്കണ്ട ഇവരൊക്കെ. അങ്ങനെയുള്ളവർ പറയുന്നതല്ലേ വിശ്വസിക്കാൻ കഴിയുള്ളൂ. ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഇറാനും പറഞ്ഞിട്ടുണ്ട്, മറ്റു പല രാജ്യങ്ങളും പറയുന്നു ഇതിൻ്റെ അകത്ത് ഏറ്റവും ശക്തമായി ഇടപെടാൻ കഴിയുന്ന ഒരു രാജ്യം ഇന്ത്യയാണ് എന്നുള്ളത്. എന്തുകൊണ്ട് ഇന്ത്യ ഇത് ചെയ്യുന്നില്ല എന്നുള്ളത്. എങ്ങനെ ചെയ്യും? ഈ സാധനങ്ങൾ എങ്ങനെ വിശ്വസിക്കും? എന്ത് വിശ്വസിച്ച് ഇവരെ ഇപ്പം പാകിസ്ഥാൻ പോയി ഇടപെട്ടു, പാകിസ്ഥാനിൽ വന്ന് ചർച്ചയൊക്കെ നടത്തി മധ്യസ്ഥത വഹിച്ചു, എന്ത് ഫലമുണ്ടായി? അതുകൊണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇവർ പറയുന്നതൊട്ട് വിശ്വസിക്കാനും കഴിയില്ല. അതുകൊണ്ട് വരുന്നത് വരട്ടെ, വരുമ്പം വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള ഒരവസ്ഥയാണിത്. ഒരു വല്ലാത്ത അവസ്ഥയാണത്. ഇങ്ങനൊരു അവസ്ഥ ഒരു ഇന്റർനാഷണൽ കോൺഫ്ലിക്റ്റിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എവിടെയെങ്കിലുമൊക്കെ നമുക്ക് വിശ്വാസ്യതയുള്ള ഏതെങ്കിലുമൊക്കെ ശബ്ദങ്ങൾ കേൾക്കാമായിരുന്നു. ഇപ്പൊ ഗൾഫ് യുദ്ധത്തിന്റെ കാലത്താണെങ്കിലും ഒക്കെ തന്നെ എവിടെ നിന്നെങ്കിലും ശരി എന്നറിഞ്ഞില്ല. കാര്യം ഈ ബുഷൊന്നും ഇങ്ങനെ വിടുക പറയുന്ന ആൾക്കാരായിരുന്നില്ല. പക്ഷെ ഇതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഇഷ്യൂ. പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത പ്രവചനാതീതമായ ഒരവസ്ഥയിലാണ് കാര്യം നിൽക്കുന്നത്. ചിലപ്പം സമാധാനം ഉണ്ടായാൽ വളരെ നല്ലത്, നമുക്ക് കാത്തിരിക്കാം. ഇല്ലെങ്കിൽ വരുന്നിടത്ത് വെച്ച് കാണാം. അതല്ലാതെ വേറൊരു മാർഗവും. തീർച്ചയായും ഏതാണ്ട് 3,20,000 സെയിലേഴ്സാണ് ഗ്ലോബലി ഇന്ത്യയുടെ പുത്രന്മാർ അല്ലെങ്കിൽ ഇന്ത്യൻ പൗരന്മാർ ജോലി ചെയ്യുന്നത്. അവരുടെയൊക്കെ ജീവനും സ്വത്തിനുമൊക്കെ വലിയ ഭീഷണിയാണ് ഈ 3 മാസം പിന്നിടുന്ന യുദ്ധം. 3 നാവികർ കൊല്ലപ്പെടുന്ന സാഹചര്യം, 2-ലധികം തവണ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായ സാഹചര്യമൊക്കെ ഇന്ത്യയെ സംബന്ധിച്ച് ആ നിലയ്ക്ക് കൂടി ഭീതി ഉയർത്തുന്നു. മറ്റ് സാമ്പത്തിക പ്രതിസന്ധി, നമുക്കറിയാം എണ്ണവില വർദ്ധിക്കുന്ന സാഹചര്യമൊക്കെ വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഒരു സമയവും കൂടിയാണ്. അപ്പോൾ യുദ്ധം നീണ്ടുപോകുന്നത് എല്ലാവരെയും സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. AM ഷിനാസ് ടെലിഫോണിലുണ്ട്. ശ്രീ ഷിനാസ് പറഞ്ഞു വന്നത് പൂർത്തിയാക്കിക്കോളൂ. ശ്രീ ഷിനാസ് കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. അപ്പൊ ഇറാന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇറാന് 1979 ശേഷം വ്യത്യസ്ത ഉപരോധങ്ങൾ നേരിട്ട് വരുന്ന രാജ്യമാണ്. കഴിഞ്ഞ ഒരു 15 ഉപരോധങ്ങൾ കടുപ്പിച്ചു. അപ്പൊ 2013 ഒബാമ മുന്നിട്ടിറങ്ങി 2015 P5+1 ചൈന, ഫ്രാൻസ്, ബ്രിട്ടൻ, അതുപോലെ റഷ്യ, ജർമ്മനി, അമേരിക്ക ഒബാമയുടെ നേതൃത്വത്തിൽ ഒരു കരാറുണ്ടാക്കിയതാണ് 2015.
അന്ന് ഇറാൻ സമ്പുഷ്ടീകരണം 3.67% കുറക്കും എന്ന് സംബന്ധിച്ചതാണ് 24 മണിക്കൂർ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ഉദ്യോഗസ്ഥരെ ഇൻസ്പെക്ഷന് അനുവദിച്ചതാണ്. അങ്ങനെ 2018 വരെ അത് മുന്നോട്ട് പോയി. ട്രംപ് 2016 അധികാരത്തിൽ വന്നു. അങ്ങനെ 2018 ട്രംപ് ആ കരാറിനെ, ഒബാമ ഉണ്ടാക്കിയ കരാറിനെ ചവിട്ടി മരിച്ച് പിന്മാറി. ഒബാമ ഉണ്ടാക്കിയ കരാറിനേക്കാൾ മികച്ച കരാർ താൻ ഉണ്ടാക്കും എന്ന് പറഞ്ഞായിരുന്നു പിന്മാറ്റം. അങ്ങനെയാണ് 2018 മുതൽ ഇറാൻ ആണവ സമ്പുഷ്ടീകരണം ഉത്തരോത്തരം വർദ്ധിപ്പിക്കുകയും പൂർവാധികം വർദ്ധിപ്പിച്ച് ആ 60% എത്തിക്കുകയും ചെയ്തു. അപ്പോൾ 444 കിലോഗ്രാമോളം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന്റെ കൈവശമുണ്ട് എന്ന് മാത്രമല്ല, ആ 60% നിന്ന് 90% എത്തിക്കാൻ, ഒരു അണുവായുധം ഉണ്ടാക്കാനുള്ള സമ്പുഷ്ടീകരണ അളവ് അതിലേക്ക് എത്തിക്കാൻ ഇറാനെ സംബന്ധിച്ച് ഏത് രാജ്യത്തെ സംബന്ധിച്ചും അങ്ങനെ അധികം സമയം വേണ്ട, അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ എക്കാലത്ത് തന്നെ നേരത്തെ ബഹുമാനപ്പെട്ട ശ്രീ ടി.പി. ശ്രീനിവാസൻ ചൂണ്ടിക്കാണിച്ചതുപോലെ 15 കൊല്ലത്തേക്ക് ആണവായുധാർജനത്തെപ്പറ്റി തങ്ങൾ ചിന്തിക്കുക പോലുമില്ല എന്ന് പറഞ്ഞിരുന്നു. 1960 ഒടുവിൽ മുഹമ്മദ് റസാ ഷാ പഹ്ലവിയുടെ കാലത്ത്, ഇറാനിയൻ വിപ്ലവത്തിനൊക്കെ മുമ്പാണ്, 10-12 കൊല്ലം മുമ്പ് 1968 ഇറാൻ NPT-യിൽ ഒപ്പുവെക്കുന്നത്. NPT-യിൽ ഒപ്പുവെച്ച ഒരു രാജ്യത്തിന് ആ NPT-യിൽ ഒപ്പുവെച്ച ഇറാൻ പിന്നീട് ഇസ്ലാമിക വിപ്ലവം ഉണ്ടായ ശേഷം NPT-യിൽ നിന്ന് പിന്മാറിയിട്ടുമില്ല. അപ്പൊ ഇറാൻ ഒബ്ലിഗേഷനുണ്ട് NPT-യോട്. അപ്പോ ഇങ്ങനെ ഇസ്രായേൽ നേരത്തെ ശ്രീ ഷാബു പ്രസാദ് ചൂണ്ടിക്കാണിച്ചത് ഒരു ഇസ്രായേലിന് വേണ്ടി നടത്തിയ യുദ്ധം തന്നെയാണ്. പക്ഷെ ഇപ്പോൾ അമേരിക്കയിലും ഇസ്രായേലിലും ഇലക്ഷൻ നടത്താൻ പോവാണ്. അമേരിക്കയിൽ മിഡ് ടേം ഇലക്ഷൻസ് വരുന്നു. ഇസ്രായേലില് ദേശീയ ഇലക്ഷൻ വരുന്നു. അപ്പോ അമേരിക്കക്ക് ഇതിൽ നിന്ന് ഒരു ഫേസ് ഷെയ്ഡിങ് റാമ്പോ വേണം, മുഖം രക്ഷിച്ചുള്ള ഒരു പിന്മാറ്റം. എന്ന് വെച്ചാൽ അമേരിക്കൻ ജനതയെ അല്ലെങ്കിൽ ട്രംപിന് സ്വയം ബോധ്യപ്പെടുത്തണം, ഇറാന് മേൽ ഒരു വിജയം നേടി എന്ന പ്രതീതി സൃഷ്ടിക്കപ്പെടണം. അത്തരമൊരു കരാർ ട്രംപ് ആഗ്രഹിക്കുന്നുണ്ടാവും. കാരണം ഇങ്ങനെയൊക്കെ ഇറങ്ങി പുറപ്പെട്ടിട്ട് 2015 കരാറിന് തുല്യം വെക്കാൻ പറ്റാത്ത ഒരു കരാർ ആണ് കയ്യിലേന്തി പോകുന്നതെങ്കിൽ ട്രംപിന് പിടിച്ചു വെക്കാൻ പറ്റില്ല. അപ്പോ ഇറാന്റെ കാര്യമാവട്ടെ, ഇറാൻ 2025 12 യുദ്ധകാലത്ത് ഒരു ഇന്ത്യൻ റുപ്പി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 14,370 ഇറാനിയൻ റിയാലായിരുന്നു. അത് ആ പണപ്പെരുപ്പം പിന്നെയും കൂടി. ഇറാനിൽ ജനജീവിതം ദുരിത നിർഭരമാണ്. അപ്പോ ഇറാനിയൻ ഭരണകൂടം അവർക്ക് മിസൈലുകളും ഡ്രോണുകളും കുറച്ചൊക്കെ അവശേഷിക്കുന്നുണ്ടാവാം. അവർക്കും യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹമില്ല. കാരണം യുദ്ധത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ, ആദ്യ ആഴ്ചയിൽ പ്രഖ്യാപിച്ച ലക്ഷ്യങ്ങൾ ഒന്നും അമേരിക്കൻ ഇസ്രായേലും നേടിയില്ല. ഒന്നാമതായി ഭരണമാറ്റം, അത് നടന്നില്ല. 2 മിസൈൽ ആണവ പ്രശ്നത്തിന് പൂർണ്ണമായിട്ടുള്ള നിരാകരീകരണം, അത് നടന്നിട്ടില്ല. ഈ പ്രോക്സികൾക്കുള്ള പിന്തുണ അവസാനിപ്പിക്കൽ, അത് നടന്നിട്ടില്ല. അപ്പൊ ഈ ഒരു 14 പരിപാടിയിൽ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമല്ല. എന്തായാലും അമേരിക്കയും ഇസ്രായേലും ഉന്നയിച്ചു പോകുന്ന മാക്സിമലിസ്റ്റ് ഡിമാൻഡ്സിൽ നിന്ന് അവർ പിന്നോട്ട് പോയിട്ടുണ്ട്, പുറകോട്ട് പോയിട്ടുണ്ട്. ഇറാൻ രണ്ടുപേരും അന്യോന്യം മ്യൂച്വൽ കൺസെഷൻസിന് തയ്യാറായിട്ടുണ്ട് എന്ന് വേണം ഇന്ന് ഇറാനിലെ വാർത്താ മാധ്യമത്തിൽ വന്ന റിപ്പോർട്ട്, നേരത്തെ താങ്കൾ ഉദ്ധരിച്ച റിപ്പോർട്ട്. തീർച്ചയായും അത് പരസ്യമാക്കിയതിന് ഇപ്പോൾ ട്രംപ് ശകാരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. മാത്രവുമല്ല, അത് യഥാർത്ഥത്തിലുള്ള കരാറുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോൾ ഇനി അതിന്റെ സാധുത എത്രമാത്രം എന്ന് ഒരു ചോദ്യം ഉയരുകയാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ടി.പി. ശ്രീനിവാസൻ, ഇവിടെ ഇപ്പോ ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ, ഇസ്രായേലിന് വേണ്ടി തുടങ്ങിയ യുദ്ധം എന്ന് പറയുമ്പോൾ ആ താല്പര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതായിരിക്കും ആണല്ലോ. താൻ അധികാരത്തിലുള്ളിടത്തോളം കാലം ഇറാന്റെ പക്കൽ ആണവായുധങ്ങൾ വരുന്നത് അംഗീകരിക്കില്ല എന്നത് ആവർത്തിച്ച് ഈ സമാധാന ചർച്ചകളുടെ കാര്യങ്ങൾ പറയുമ്പോൾ പോലും നെതന്യാഹു പറയുന്നുണ്ടായിരുന്നു. മാത്രവുമല്ല, തെക്കൻ ലബനനിൽ ഇസ്രായേൽ ആക്രമണങ്ങൾ ഏതാണ്ട് 3 വില്ലേജുകൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ആക്രമണങ്ങൾ പുനരാരംഭിക്കുകയും ചെയ്തു. സമാധാന പ്രക്രിയയിലേക്ക് നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രകോപനമായി തന്നെ അതിനെ കാണേണ്ടതില്ലേ? പ്രത്യേകിച്ച് ഇറാൻ ആദ്യഘട്ടത്തിൽ തന്നെ ലബനോനിൽ ഉൾപ്പെടെ വെടിനിർത്തൽ വേണമെന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുമ്പോഴാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ആ നീക്കമുണ്ടാകുന്നത്.
അതെ, ഇത് ഇസ്രയേലിൻ്റെ താല്പര്യത്തിലാണ് യുദ്ധം തുടങ്ങിയതെന്ന് നമുക്കെല്ലാം അറിയാവുന്നതാണ്. കാരണം നമുക്കും ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ ഇന്ത്യ US ന്യൂക്ലിയർ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നത് വരെ നമ്മളെപ്പറ്റിയും ഇതുപോലെയുള്ള സംശയങ്ങൾ എല്ലാ സമയത്തും ഉണ്ടായിരുന്നു. നമ്മൾ ആ കാര്യത്തിൽ ന്യൂക്ലിയർ ഓപ്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുകയും അത് പീസ്ഫുൾ യൂസസിന് വേണ്ടി എക്സ്പ്ലോഷൻ 74 നടത്തി. 1998 വി ഓൾസോ ഡിക്ലെയർഡ് ദാറ്റ് വി ആർ എ ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ്. എന്നിട്ട് വി വിൽ നോട്ട് യൂസ് ഇറ്റ്, ഫസ്റ്റ് യൂസ് ചെയ്യുകയില്ല. അങ്ങനെ ഒരു കരാറിലാണ് നമ്മളെത്തിയത്. എനിക്ക് ഓർമ്മയുള്ളത്, ഞാൻ IAEA ഉണ്ടായിരുന്ന സമയത്ത് ഇറാനിയൻ റെപ്രസെൻറ്റേറ്റീവ്സാണ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നത്, എൻ്റെ വലതുവശത്ത്. അവരെല്ലാം കാണുന്നത് അവരുടെ ആഗ്രഹം ഒരു ഡിറ്ററൻ്റ് ഉണ്ടായിരിക്കണം ഇസ്രായേലിൽ നിന്നാണ്. പക്ഷേ ഇസ്രായേലിനെ അങ്ങനെ മറ്റു രാജ്യങ്ങൾ അംഗീകരിക്കില്ല, ഇസ്രായേലിൻ്റെ റെക്കോർഡ് അങ്ങനെ ആയതുകൊണ്ടാണ്. പക്ഷേ ഇന്ത്യക്ക് സംഭവിച്ചതുപോലെ NPT ഒപ്പിടാതെ തന്നെ നമുക്ക് ഇന്നൊരു സ്റ്റേറ്റസ് ഉള്ളത്, നമ്മളൊരു റെസ്പോൺസിബിൾ അഡ്വാൻസ് ടെക്നോളജി സ്റ്റേറ്റ് എന്നുള്ള ഒരു പേര് നമുക്ക് കിട്ടിയത് ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ്. അപ്പോൾ അതുപോലെ കാര്യങ്ങളാണ് ഇസ്രായേൽ എപ്പോഴും നോക്കിക്കൊണ്ടിരുന്നത്. അവരെപ്പോഴും നമ്മളെ ഒരു കുറച്ച് envyയോടുകൂടിയാണ് നോക്കിക്കൊണ്ടിരുന്നത്. എന്തുകൊണ്ട് ഇന്ത്യക്ക് ഈ കൺസെഷൻസ് ഒക്കെ കിട്ടുന്നു, എന്തുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടുന്നില്ല, ഞങ്ങൾക്കും ന്യൂക്ലിയർ എനർജി ഉപയോഗിക്കേണ്ടതല്ലേ എന്നുള്ളൊരു ആർഗ്യുമെൻ്റാണ് അവർക്ക് എപ്പോഴും ഉള്ളത്. അപ്പോൾ അത് വേണമെങ്കിൽ പക്ഷേ ഗുഡ് വിൽ പോകണം. അമേരിക്ക ഇതുപോലെയുള്ള ഒരു എഗ്രിമെൻറ്റിന് സമ്മതിച്ചത് ഇന്ത്യ പലതരത്തിലുള്ള കൺസെഷനുകൾ നടത്തിയിട്ടാണ്. ഇൻസ്പെക്ഷൻ അനുവദിച്ചു, നമ്മളൊരിക്കലും ഇൻസ്പെക്ഷൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിരുന്നിട്ട് നമ്മൾ ഇൻസ്പെക്ഷൻ അനുവദിച്ചു. അങ്ങനെ ന്യൂക്ലിയർ സ്റ്റേഷൻസിനെ വെജിറ്റേറിയൻ ആൻഡ് നോൺ വെജിറ്റേറിയൻ എന്ന് വ്യത്യാസപ്പെടുത്തി. അതിൽ ന്യൂക്ലിയർ അല്ലാത്ത വെപ്പൺ സ്റ്റേഷൻസ് അല്ലാത്തിടത്ത് അവർക്ക് പരിശോധിക്കാം, നമ്മൾ വെപ്പൺ ചെയ്യുന്നില്ല എന്നുള്ളത്. പക്ഷേ വെപ്പൺ ചെയ്യുന്നിടത്ത് എന്തിനാണ് പരിശോധിക്കേണ്ടത്, നമ്മൾ പറയുകയല്ലേ നടത്തുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഗുഡ് വിൽ ഉണ്ടെങ്കിൽ കുറേയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. പക്ഷേ ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ അതിന് സാധ്യമല്ല. ഒന്നാമത് യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്, രണ്ടാമത് ഇസ്രയേലിനെ ആരും വിശ്വസിക്കുന്നില്ല, അമേരിക്ക ആണെങ്കിൽ ടോട്ടലി അൺപ്രഡിക്റ്റബിളായിട്ടാണ് പെരുമാറുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു സമാധാനത്തിലേക്ക് പോവുക? ഒരു ഡിപ്ലോമസി എന്ന് പറയുമ്പോൾ ഒരു ഫ്രെയിം വർക്ക് വേണമല്ലോ. ഇപ്പോൾ ഒരു ഫ്രെയിം വർക്കും ഇല്ല. അപ്പോൾ പിന്നെ എന്താണ് നെഗോഷിയേറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഈ ഇതിലൂടെ മെസ്സേജസിലൂടെ പ്രസിഡന്റ് ലോക ഡിപ്ലോമസി നടത്തുന്നത് ഒരു പുതിയ സ്ഥിതിയാണ്. അപ്പോൾ അവിടെ ട്രസ്റ്റിൻ്റെ യാതൊരു സാധ്യതകളുമില്ലാത്ത സമയത്ത് എങ്ങനെയാണ് ഇത് ഉണ്ടാവുക? അപ്പോൾ ഒന്നുകിൽ ഏതെങ്കിലും ഒരു പാർട്ടിസിപ്പൻ്റ് അവസാനമായിട്ട് ഇതിനെ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് യുദ്ധം അവസാനിപ്പിക്കുകയോ, അല്ലാതെ ഒരു കോംപ്രമൈസിലേക്ക് ഇത് എത്താനുള്ള സാധ്യതകൾ 3 രാജ്യങ്ങളും പലതരത്തിലുള്ള സ്ഥിതിയിൽ നിൽക്കുന്നതുകൊണ്ട് സാധ്യത വളരെ കുറവാണ്. പക്ഷെ നമ്മളെല്ലാം ആഗ്രഹിക്കേണ്ടത് സമാധാനം സ്ഥാപിക്കുക, ഹോർമൂസ് തുറക്കുക, ഇന്റർനാഷണൽ കോഓപ്പറേഷൻ വർദ്ധിപ്പിക്കുക, ഇതൊക്കെയാണ് നമ്മുടെ താല്പര്യങ്ങളുള്ളത്. അപ്പോൾ അങ്ങനെ പല താല്പര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അൺപ്രഡിക്റ്റബിളായിട്ട് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ എങ്ങനെയാണ് നമുക്ക് സമാധാനം വരികയാണെങ്കിൽ അതൊരു മിറക്കിൾ തന്നെ ആയിരിക്കും. ഇന്ന് വൈകിട്ടത്തെ ന്യൂസ് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇതാ മിറക്കിൾ സംഭവിക്കുന്നു, യുദ്ധം നിർത്തിയിട്ട് സമാധാനത്തിലേക്ക് നീങ്ങുന്നു. അപ്പോൾ അതിന് വളരെ തന്നെ മറുപടി വീണ്ടും കിട്ടുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് അതേ സ്ഥിതിയിൽ തന്നെയാണ് നമ്മളിപ്പോഴും. യാതൊരു തരത്തിലുള്ള ഒരു പ്രതീക്ഷയ്ക്കും ഇപ്പോൾ സാധ്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ശ്രീ PJ വിൻസെന്റ്, ഇതിപ്പോൾ ശ്രീനിവാസൻ സാർ സൂചിപ്പിക്കുന്നത് പോലെ യുദ്ധം തുടങ്ങി വെച്ചവർ ആരെങ്കിലും വേണ്ട എന്ന് വെക്കുന്നത് വരെ യുദ്ധം ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷം എന്നതാണ്. നമ്മൾ കഴിഞ്ഞ കുറേ തവണകളിലായി സമാധാന ശ്രമങ്ങൾ വരുന്നു, അത് പൊളിയുന്നു. അതിന് പിന്നിൽ പോലും ട്രംപിൻ്റെ മറ്റ് താല്പര്യങ്ങൾ, ബിസിനസ് താല്പര്യങ്ങൾ ഉണ്ട് എന്ന തരത്തിലൊക്കെയുള്ള റിപ്പോർട്ടുകളുണ്ട്. എന്താണ് ഇതിൽ സംഭവിക്കുന്നത് എന്നത് വ്യക്തമല്ല. പക്ഷെ നോക്കൂ, ഇപ്പോൾ UN കഴിഞ്ഞ ദിവസം നൽകിയ ഒരു മുന്നറിയിപ്പ്, ഇത് വലിയ രീതിയിൽ ഭക്ഷ്യസുരക്ഷയെ ബാധിക്കും, ഇപ്പോൾ യുദ്ധം തീർന്നാൽ പോലും ഇതിൻ്റെ കെടുതികൾ ദീർഘനാൾ നീണ്ടു നിൽക്കും എന്ന സൂചനകളൊക്കെ നൽകുന്നുണ്ട്. അതിനും അപ്പുറം ഒരു ഇടപെടലിന് UN ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് കഴിയാതെ പോകുന്നു എന്നൊരു സാഹചര്യം എത്രമാത്രം അപകടപ്പെടുത്തുന്നതാണ്. യുദ്ധം തുടങ്ങിയവർ അവർക്ക് വേണ്ട എന്ന് തോന്നുന്നിടം വരെ അത് കൊണ്ടുപോയി തീർക്കേണ്ടുന്നതാണ് ഇവിടുത്തെ സാഹചര്യവും അന്തരീക്ഷവും എന്ന് വരുന്നത്. അല്ല, എല്ലാ യുദ്ധങ്ങളിലും സമാധാന പ്രക്രിയയിൽ ടൈംസ് നിശ്ചയിക്കുന്നത് വിജയിയായിരിക്കും. വിജയിയുടെ അട്ടഹാസങ്ങൾക്ക് മാത്രമേ ചരിത്രത്തിൽ സ്ഥാനമുള്ളൂ എന്നതാണല്ലോ. 1-ാം ലോക മഹായുദ്ധം കഴിഞ്ഞ് പാരീസ് പീസ് ട്രീറ്റി അങ്ങനെയായിരുന്നു. വിജയികളാണ് ടൈംസ് എല്ലാം ഡിക്റ്റേറ്റ് ചെയ്തത്. സമാനമായ രൂപത്തിൽ ഇറാന് മേലെ
അമേരിക്കയും ഇസ്രായേലും ചേർന്ന് അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഒരു സമാധാന സന്ധി ഉണ്ടാക്കി ഈ സംഘർഷം അവസാനിപ്പിക്കുക എന്ന താല്പര്യമാണ് അവർക്കുള്ളത്. അതേതായാലും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് സുവ്യക്തമായി കഴിഞ്ഞു. അതിന് കാരണം മുൻപില്ലാത്ത വിധം ചൈനയും റഷ്യയും ഇറാനെ പിന്തുണയ്ക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഉക്രൈനിൽ റഷ്യ നേടുന്ന മേൽക്കൈയാണ്. ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ നിർണായകമായ വിജയത്തിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ ഈ ശാക്തീകരിക്കപ്പെട്ട റഷ്യയും വർദ്ധിച്ചു വരുന്ന റഷ്യ, ചൈന, ഇറാൻ സഹകരണവും ഒക്കെ ഏകപക്ഷീയമായ ഒരു ഉടമ്പടി അടിച്ചേൽപ്പിച്ച് ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറാം, യുദ്ധം അവസാനിപ്പിക്കാം എന്ന അമേരിക്കൻ താല്പര്യം, ഇസ്രായേലിന്റെ താല്പര്യം നിലനിൽക്കുന്നില്ല. അത് തകർക്കപ്പെട്ടു എന്ന് നിസ്സംശയം പറയാം. പക്ഷെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഉള്ളത്, വരുന്ന ഒക്ടോബർ 27-ന് 120 അംഗ ഇസ്രായേൽ നെസറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇപ്പോഴും ലിക്വിഡ് പാർട്ടിക്ക്, നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടിക്ക് 32 അംഗങ്ങളെ പാർലമെന്റിലുള്ളൂ, ഭൂരിപക്ഷമില്ല. പല തീവ്ര വലതുപക്ഷ പാർട്ടികളെയും ചേർത്തിട്ടാണ് അവർ അവിടെ ഭരണത്തിലിരിക്കുന്നത്. ഉദാഹരണമായിട്ട് സ്മോട്രിച്ച്, അവിടുത്തെ ധനകാര്യമന്ത്രി സ്മോട്രിച്ചിന്റെ റിലീജിയസ് സയനിസ്റ്റ് പാർട്ടി, അതുപോലെ ബെൻ ഗുവറിന്റെ പാർട്ടി, ഇതെല്ലാം തീവ്ര നിലപാടെടുക്കുന്ന പാർട്ടികളാണ്. അപ്പോൾ ഇവരുടെ പിന്തുണയിലാണ് ഒരു മധ്യ വലതുപക്ഷ പാർട്ടി എന്ന് പറയാവുന്ന ലിക്വിഡ് പാർട്ടി അവിടെ അധികാരത്തിൽ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് നിർണായകമായ ഒരു വിജയം അവർക്ക് അനിവാര്യമാണ്. അതുപോലെ അമേരിക്കയിൽ മിഡ് ടൈം ഇലക്ഷൻ നടക്കുകയാണ്. അത് നവംബർ 3-നാണ്. അതിൽ അമേരിക്കൻ കോൺഗ്രസിലേക്കുള്ള 450 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. അതുപോലെ സെനറ്റിലേക്കുള്ള 35 സീറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. 37 സംസ്ഥാനങ്ങളിൽ ഗവർണർ തെരഞ്ഞെടുപ്പാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ ഷാബു പ്രസാദ് സാർ സൂചിപ്പിച്ച പോലെ ഒരു 2.5 വർഷവും കൂടി ഒന്നും ട്രംപിനെ സഹിക്കേണ്ടി വരില്ല. ഈ മിഡ് ടൈം ഇലക്ഷനിൽ ജനപ്രതിനിധി സഭയിലും സെനറ്റിലും അദ്ദേഹത്തിന്റെ പാർട്ടി, റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. അതുപോലെ ബജറ്റുകൾ, യുദ്ധത്തിനാവശ്യമായ ഫണ്ട് അമേരിക്കൻ കോൺഗ്രസ് പാസ്സാക്കാത്ത ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. മാത്രവുമല്ല, വേണമെങ്കിൽ ട്രംപിനെ ഇംപീച്ച് ചെയ്യാൻ പോലും അമേരിക്കൻ കോൺഗ്രസിന് സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള പ്രതിസന്ധി അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഇവിടേക്ക് എത്തുന്നതിന് മുമ്പ് വിജയം ഉറപ്പിച്ച്, അതല്ലെങ്കിൽ മുഖം രക്ഷിച്ചെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും കൂടി താല്പര്യമാണ്. അതുകൊണ്ട് ഇതിപ്പോ ഇറാന്റെ ഒരു ആവശ്യത്തോടൊപ്പം തന്നെ ഒരു സാധ്യമായ ഏറ്റവും അടുത്ത കാലത്ത് തന്നെ ഒരു കരാർ ഉണ്ടാക്കി ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറേണ്ടുന്ന ആവശ്യം ഈ രാജ്യങ്ങൾക്ക് ഉണ്ട്, ഇസ്രായേലിനുമുണ്ട്, അമേരിക്കയ്ക്കുമുണ്ട്. അതുകൊണ്ട് സമാധാന പ്രക്രിയയിൽ നേരത്തെ ശ്രീനിവാസൻ സാറും ഷീനാസ് മാഷൊക്കെ സൂചിപ്പിച്ചതുപോലെ ഈ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ട്രംപ്. താങ്കൾ നേരത്തെ ട്രംപിന്റെ ഒരു പ്രസ്താവന വായിക്കേണ്ടായി. അദ്ദേഹം രാവിലെയും വൈകിട്ടും ട്രൂത്ത് സോഷ്യലിൽ നിരവധിയായിട്ടുള്ള കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റുകൾ, പ്രസ്താവനകൾ ഇറക്കും. അപ്പൊ ഇത് ഓരോന്നും എടുത്ത് വിശകലനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും നമ്മുടെ മനസ്സിൽ തെളിയാത്ത സാഹചര്യം വരും. കാരണം ഓരോ സ്റ്റേറ്റ്മെന്റും കോൺട്രഡിക്ടറിയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ എവിടെയൊക്കെയോ സമാധാന പ്രക്രിയ നടക്കുന്നുണ്ട്, ചില ചർച്ചകൾ രൂപപ്പെട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ സമീപകാലത്തുണ്ടായ സംഘർഷം ഒരു വലിയ ഫ്ലെയറപ്പിലേക്ക് പോകാത്തതിന്റെ കാര്യം അതാണ്. അപ്പോ ഈ സംഘർഷത്തെ ഇതേ രൂപത്തിൽ വളരെ കാലത്തേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള നിലയ്ക്ക് ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾക്കും അതുപോലെ ഇറാനും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒക്കെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഗൾഫ് രാജ്യങ്ങളും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകും അധികം വൈകാതെ. ഇപ്പോൾ ദുബായ് പോലെയുള്ള രാജ്യങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരിറ്റ് എണ്ണയില്ല. അവര് ഈ ടൂറിസത്തിൽ നിന്നും ഒരു കോസ്മോപൊളിറ്റൻ സിറ്റി എന്ന നിലയിൽ ലോകത്തിലുള്ള വലിയ കമ്പനികളുടെയൊക്കെ ആസ്ഥാനം ദുബായിലാണ്. അവരുടെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ പ്രത്യേകത, കണക്ടിവിറ്റി, ആ രാജ്യം നൽകുന്ന സുരക്ഷിതത്വം, ഇങ്ങനെയുള്ള നിരവധി ഘടകങ്ങളാണ് ദുബായിനെ ഒരു കോസ്മോപൊളിറ്റൻ സിറ്റിയായി നിലനിർത്തുന്ന ഘടകം. അപ്പോൾ നിരന്തരമായി ആ മേഖല സംഘർഷ അവസ്ഥയിലേക്ക് പോരുമ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണ അവർക്ക് വിൽക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ആ മേഖലയിലെ വൻ തോതിലുള്ള അർബനൈസേഷൻ, നഗരവൽക്കരണവും അതിന്റെ ഭാഗമായിട്ടുള്ള ബിസിനസ്സും വ്യാപാരവും പിന്നെ ടൂറിസവും ഇങ്ങനെയുള്ള ആ ഗുഡ്വിൽ നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾക്കും ഇത് അനിവാര്യമാണ് ഈ പ്രതിസന്ധി. അതിനും അപ്പുറമാണ് ഇറാന്റെ പ്രത്യാക്രമണങ്ങൾ അവർക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ, അവരുടെ സുരക്ഷ സംബന്ധിച്ചുള്ള ആശങ്കകൾ കൂടി ഇപ്പോൾ വലിയ ബുദ്ധിമുട്ട് അവർക്കുണ്ടാക്കുന്നുണ്ട്. ഗൾഫ് മേഖലകൾ അസ്വസ്ഥമാണ്,
സുരക്ഷിതവും സമാധാനവുമായിട്ടുള്ള ജീവിതം കാക്ഷിക്കുന്നവരെ സംബന്ധിച്ച് ഈ 3.5 മാസം കടന്നുപോയത് സമാനതകളില്ലാത്ത ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിട്ടുമുണ്ട്. ശ്രീ ഷാബു പ്രസാദ്, ഇവിടെ ഇപ്പോൾ ഈ പ്രെഡിക്റ്റബിൾ അല്ലാത്ത ഉള്ള ട്രംപിൻ്റെ പ്രസ്താവനകൾ പെരുമാറ്റങ്ങൾ, മാറിയുള്ള പ്രസ്താവനകൾ, അത് സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ട് ലോകത്ത് എല്ലാ രാഷ്ട്രങ്ങളും അനുഭവിക്കുന്നു എന്ന് വേണം പറയാൻ. ഇറാൻ യുദ്ധത്തിൽ മാത്രവുമല്ല, ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാര്യത്തിൽ നിരന്തരം അദ്ദേഹം അവകാശവാദങ്ങൾ ഉന്നയിച്ചത് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുന്നതിൽ റെക്കോർഡ് ഭേദിക്കുമ്പോൾ അഭിനന്ദിക്കുന്നു. അതിനോടൊപ്പം തന്നെ പറയുന്നു, ഞങ്ങളുമായിട്ടുള്ള വ്യാപാര കരാറിൽ നിന്ന് നിങ്ങൾ കുറേയധികം സമ്പാദിച്ചു കഴിഞ്ഞു എന്നൊരു കുറ്റപ്പെടുത്തൽ കൂടി അദ്ദേഹം നടത്തുകയാണ്. മാത്രവുമല്ല, പാകിസ്ഥാന് 10% ആകുമ്പോൾ ഇന്ത്യക്ക് മേൽ 12.5% അധിക തീരുവ ഇനി എങ്ങനെ ഏർപ്പെടുത്താമെന്നത് അദ്ദേഹം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അടുത്ത സുഹൃത്ത് എന്ന് പറയുമ്പോൾ പോലും ട്രംപിൽ നിന്ന് നല്ലതൊന്നും നമുക്ക് ലഭിക്കുന്നില്ല. വ്യാപാര കരാർ ഇപ്പോഴും യാഥാർത്ഥ്യമാകുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തുകയാണ്. ചർച്ചകൾക്കിടയിലും ഇതുപോലെ ഇന്ത്യയെ ഏതൊക്കെ തരത്തിൽ വരിഞ്ഞു മുറുക്കാമെന്ന് കരുതുന്ന അല്ലെങ്കിൽ അതിനുള്ള നിർദ്ദേശങ്ങൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുമുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് വിശ്വസിക്കാൻ കൊള്ളാത്ത ഫ്രണ്ടാണോ ട്രംപ്? 100% ട്രംപിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ട്രംപ് ആവർത്തിച്ച് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യ ഈ പറഞ്ഞ പോലെ ഈ ട്രംപ് പറയുന്ന മാതിരിയുള്ള വിടുവായുത്തം അല്ല അതിൻ്റെ മറുപടിയായിട്ട് വേണ്ടത്. അതിന് പകരം വളരെ പക്വമായിട്ട്, മെച്ചുവേർഡായിട്ട് ആ ഒരു സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട്, കാര്യം ട്രംപ് പോയാലും അമേരിക്ക അവിടെ തന്നെ ഉണ്ടാകും, അമേരിക്ക അവിടെ വേണം. ആ അമേരിക്കയോടുള്ള ബന്ധം എന്ന് പറയുന്നത് ഇന്ത്യക്ക് വളരെ പ്രധാനവുമാണത്. കാര്യം ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യമാണ്, ഏറ്റവും അത് ജനാധിപത്യ രാജ്യമാണ്. ഇന്ത്യയും ഒരു ജനാധിപത്യ രാജ്യമാണ്, ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമാണ്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്വാഭാവികമായ ഘടകങ്ങൾ, പൊതുഘടകങ്ങൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുണ്ട്. അത് ഒരു ട്രംപിൻ്റെ വിടുവായത്തം കൊണ്ട് പോകാനുള്ളതൊന്നുമല്ല. അത് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം നന്നായിരിക്കേണ്ടത് ഒരേ സമയം തന്നെ അമേരിക്കയുടെയും ഇന്ത്യയുടെയും ആവശ്യമാണ്. അതുകൊണ്ട് അത് തകരാതെ നോക്കേണ്ടത് അതുകൊണ്ട് തന്നെ വളരെ ദീർഘദൃഷ്ടിയോടുകൂടി തന്നെയാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ വളരെ സൂക്ഷിച്ചും കരുതലെടുത്തും മാത്രമേ പ്രതികരിക്കുന്നുള്ളൂ. കാര്യം എങ്ങനെങ്കിലും ഈ പണ്ടാരത്തിൻ്റെ കാലാവധി ഒന്ന് കഴിഞ്ഞു കിട്ടുക എന്നുള്ളതാണ് ഇപ്പം കാത്തിരിക്കുന്നത്. കാര്യം ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകളൊന്നും ഈ ഡിപ്ലോമസിയുടെ ഡിക്ഷണറിയിൽ വരുന്നതൊന്നുമല്ല, ഒരു സാധാരണക്കാരൻ്റെ നാടൻ ഭാഷയിൽ വരുന്ന സംഭവങ്ങളാണത്. പക്ഷെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ട് തന്നെ ട്രംപിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യ ഓരോ നീക്കങ്ങളും ഓരോ പ്രതികരണങ്ങളും നടത്തുന്നത്. ശരി, അതാണ് അതിൻ്റെ വാസ്തവം. പിന്നെ ഇതിൻ്റെ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പറഞ്ഞില്ലേ, നമുക്കത് കാത്തിരിക്കുക എന്നുള്ളതല്ലാതെ ഇപ്പം മനസ്സിലാക്കിയിടത്തോളം കൊണ്ടൊരു കാര്യം പറഞ്ഞില്ലേ, അധികം നീളാൻ പറ്റില്ല യുദ്ധം. എന്താ പറഞ്ഞാൽ, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ മുഴുവനും ഏതാണ്ട് തകർന്നു കഴിഞ്ഞു. മുഴുവൻ ഏതാണ്ട് ഗാസ പോലെ ആയി കഴിഞ്ഞിട്ടുണ്ട് ഇറാന് ഏകദേശം മുഴുവനും. അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മുഴുവനും തകർന്നു പോയിട്ടുണ്ട്. അതേപോലെ അവരുടെ ഇൻ്റലിജൻസ് ഹെഡ്, മിലിറ്ററി ഹെഡ്സ്, അങ്ങനെ നേതൃത്വം ഏതാണ്ട് ഏകദേശം നാമാവശേഷമായിട്ടുണ്ട്. ഇങ്ങനെ നേതൃത്വമില്ലാതെ നടത്തുന്ന പ്രതികരണങ്ങളും യുദ്ധങ്ങളും ഒക്കെയാണ് ഇപ്പം ഈ മിസൈൽ വിക്ഷേപണങ്ങളൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ എത്ര നാൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നുള്ളത് അറിയില്ല. അവസാനമായി ശ്രീ ടി പി ശ്രീനിവാസൻ, 30 സെക്കൻഡ് കൊണ്ട്, ഇതിപ്പോൾ യുദ്ധം ഒരുപക്ഷെ ഈ സമാധാന ചർച്ചയിലും അവസാനിക്കില്ലായിരിക്കും, പക്ഷേ ഒരു വലിയ ഏറ്റുമുട്ടലിലേക്ക് പോകില്ല, പയ്യെ ചർച്ചകളിലൂടെ സമാധാനത്തിലേക്ക് തന്നെ നീങ്ങും എന്ന് പ്രതീക്ഷിക്കാമോ? അങ്ങനെ ചില സൂചനകളുണ്ട്. പ്രസിഡന്റ് പലപ്പോഴും ആ സ്ഥിതിയിൽ സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. പക്ഷെ അത് എത്രമാത്രം അത് പ്രാക്ടിക്കലാകാൻ കഴിയുമെന്ന് നമുക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഒരു ഓൾ ഔട്ട് വാറിലേക്ക് പോകാതിരിക്കുന്നത് അതുകൊണ്ടാണ്. ഒരു പക്ഷേ എന്തെങ്കിലും ഒരു കരാറിൽ ഏർപ്പെടാൻ കഴിയുമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. പക്ഷേ ഇന്നത്തെ സ്ഥിതിയിൽ അത് കാണുന്നില്ല. നമ്മളെല്ലാം എഗ്രി ചെയ്യുന്ന ഒരു കാര്യമാണത്. ഒരു സമാധാനത്തിനുള്ള ആശ ഒന്നും നമുക്കില്ല. പക്ഷേ പഴയതുപോലെ കുറേ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. എല്ലാവർക്കും ഒരുപോലെ ഒരു ബുദ്ധി വരുന്നത് വരെ തുടരുക തന്നെ ചെയ്യുമെന്നല്ലാതെ വേറൊന്നും ഈ സമയത്ത് പറയാൻ കഴിയുക. ശരി, എന്തായാലും ട്രംപ് ഈ ഇപ്പോഴത്തെ കരാറുകളെ തള്ളിക്കൊണ്ട് പറയുമ്പോഴും ഇറാനോട്
ഏകോപിച്ച് ഉള്ള വളരെ വേഗത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉറപ്പാക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. സമാധാനത്തിലേക്ക് വേഗത്തിൽ നീങ്ങൂ എന്നൊരു സന്ദേശമായി നമുക്കതിനെ വായിക്കാം. ചർച്ചകൾ നടക്കട്ടെ, സമാധാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങട്ടെ. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. പ്രേക്ഷകരോട് നമ്മൾ ഇന്ന് ചോദിച്ച ചോദ്യം, ട്രംപിനെ വിശ്വസിക്കാമോ ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കത്തിൽ എന്നതാണ്. അതേ എന്ന് പറയുന്നവർ 19% പേർ മാത്രം. ട്രംപിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്നവരാണ് കൂടുതൽ, 79% പേർ. ടൈം ഡിബേറ്റ് പൂർണ്ണമാകും.